ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായി ഉറക്കം തന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. ഇന്നത്തെ വചനചിന്തയിലേക്ക് കടക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും എന്ന് പറയുന്നു. നിത്യജീവനായി ഉണരുന്നവർ റാപ്ചറിൽ ഉണരുന്ന വിശുദ്ധന്മാർ ആണ്. രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ ഉണരുന്നവർ ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവരാണ്. അവർ അന്ത്യന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും എന്ന് പറഞ്ഞിരിക്കുന്നത്. സഭയുടെ ഉൾപ്രാവണവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണ്. റാപ്ചർ സംഭവിക്കുന്നത് കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുന്നത് തൻ്റെ വിശുദ്ധന്മാരുമായി ഒലിവുമലയിൽ ഇറങ്ങി വരുമ്പോഴാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. Rapture is described as a hidden event before the Great Tribulation, while the second coming is a glorious event at the end of tribulation. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം വായിക്കട്ടെ. Revelation 26. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. ഒന്നാം പുനരുത്ഥാനം ആർക്കാണ്? അതെപ്പോൾ സംഭവിക്കും എന്ന് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്കുള്ളതാണ് ഒന്നാം പുനരുത്ഥാനം. അവർ നിത്യമായി കർത്താവിനോട് കൂടെ വാഴുന്നവരാകിയാൽ അവർക്ക് രണ്ടാം മരണം ഇല്ല, അഥവാ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നില്ല. സഭയ്ക്കു വേണ്ടി കർത്താവ് മധ്യാകാശത്തിൽ വരുന്നതിനെക്കുറിച്ച് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുന്നു. അവിടെ വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. റാപ്ചറിൻ്റെ സമയത്ത് കർത്താവ് മധ്യാകാശത്ത് വരെ മാത്രമേ വരുന്നുള്ളൂ. റാപ്ചറിൽ 2 കൂട്ടം ആൾക്കാരാണ് എടുക്കപ്പെടുന്നത്. കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ, ദോസ് ഹു ആർ ഡെഡ് ഇൻ ക്രൈസ്റ്റ്, കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത്തെ കൂട്ടർ ആ സമയത്ത് ജീവനോടെ ശേഷിക്കുന്നവരാണ്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് റോമർ 8:11 വായിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ് മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്നത്. ഒരിക്കൽ ദർശനത്തിൽ കർത്താവിൻ്റെ രൂപം മധ്യാകാശത്ത് കണ്ടതും വെയിറ്റില്ലാതെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയതുമായ കാഴ്ച ഞാൻ ദർശനത്തിൽ കണ്ടത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ച സമയത്താണ് എത്യോപ്യൻ മിനിസ്റ്ററായിരുന്ന ഷണ്ണൻ തേരിൽ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ അവനെ അത് ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ പീലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി മരുഭൂമിയിൽ തേരിന് അടുത്തെത്തിച്ച സംഭവം വായിക്കുവാനിടയായത്. യേശു ദൈവപുത്രൻ എന്ന് ഗ്രഹിച്ച ഷണ്ണൻ, ഇതാ വെള്ളം, സ്നാനത്തിന് എന്ത് തടസ്സം എന്ന് പറഞ്ഞപ്പോൾ ഇരുവരും വെള്ളത്തിലിറങ്ങി പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഷണ്ണൻ സന്തോഷത്തോടെ അവൻ്റെ വഴിക്ക് പോയി. ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു സ്ഥലത്താക്കി എന്ന് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന സംഭവം വായിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരും മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരും
ഒന്നിച്ച് കർത്താവിനെ മധ്യാകാശത്തിൻ്റെ വരവിൽ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും എന്നത് വിശ്വസനീയമായതും പ്രതീക്ഷിക്കാവുന്നതുമായ സംഭവം ആണ്. യേശുവിൽ കൂടെ ജീവരക്ഷ പ്രാപിച്ചവർ മാത്രമേ സഭയുടെ ഉൾപ്രാവണത്തിൽ അല്ലെങ്കിൽ റാപ്ചറിൽ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയുള്ളൂ. നീതിമാന്മാരുടെ പുനരുത്ഥാനം ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നു. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാഹളത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നു. തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞിട്ടുള്ളത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ഗംഭീരനാദത്തിങ്കൽ കല്ലറുകളിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യും. മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ലാസറിനോട് പുറത്തു വരിക എന്ന് യേശു കൽപ്പിച്ചപ്പോൾ ലാസർ ജീവനുള്ളവനായി കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ ഇവിടെ ആവർത്തിക്കപ്പെടും. ഗംഭീരനാദത്തിങ്കൽ കല്ലറകളിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പറുദീസയിൽ നിന്നും ഇറങ്ങി വരും എന്നും അവർ ജീവൻ പ്രാപിക്കും എന്നും വിശ്വസിക്കുന്നു. അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരെ ദുഷ്ടാത്മാ സേന തടയാതിരിക്കാനാണ് പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങുന്നത്. മൂന്നാമത്തെ ഗംഭീര ശബ്ദം ദൈവത്തിൻ്റെ കാഹളമാണ്. ഈ കാഹളനാദത്തിങ്കലാണ് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നത്. അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇൻ ദ റാപ്ചർ വി വിൽ ലീവ് ദ എർത്ത് ആൻഡ് മീറ്റ് അവർ ലോർഡ് ഇൻ ദ എയർ ആൻഡ് വിൽ ബി ടേക്കൺ ടു അവർ ഫാദേഴ്സ് ഹൗസ്. എൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് പ്രോമിസ് ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്നു. 7 വർഷത്തെ ട്രിബുലേഷന് മുമ്പാണ് വിശുദ്ധന്മാരെ ചേർക്കുവാനായി കർത്താവ് വരുന്നത്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരും ആണ് റാപ്ചറിൽ എടുക്കപ്പെടുന്നത്. ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവർ അന്ന് ഉയർക്കുന്നില്ല. യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു എന്ന് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതേ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നു, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം നാം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ ആയിരിക്കും. ആരും വരവിൻ്റെ സമയം അറിയുന്നില്ല. പൗലോസിൻ്റെ നിര്യാണശേഷമായിരിക്കും കർത്താവ് വരുന്നത് എന്ന നിഗമനത്തിൽ എത്തിയതുകൊണ്ടായിരിക്കാം വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് താൻ ആഗ്രഹിച്ചിട്ട് ഈ ലോകത്തിലുള്ളതിനെയൊക്കെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിനായി തന്നെ സമർപ്പിച്ചത്. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. അവർക്ക് 2-ാം മരണം ഇല്ല. ആകയാൽ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുവേണമെന്ന് ആഗ്രഹിക്കുന്നവർ ക്രിസ്തുവിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ സമർപ്പിക്കട്ടെ. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.